ടൗൺഷിപ്പ് സന്ദർശന വിവാദത്തിൽ മമ്മൂട്ടി ഫോണിൽ വിളിച്ചു എന്ന 24 വാർത്ത സ്ഥിരീകരിച്ച് CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. അപമാനിച്ചതായി കണക്കാക്കേണ്ട എന്ന് മമ്മൂട്ടി പറഞ്ഞു. താങ്കളോട് മാത്രമായി പറഞ്ഞതാണ്, അതങ്ങനെ പുറത്തു വന്നെന്ന് അറിയില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു. വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കെ റഫീഖ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. മമ്മൂട്ടി ടൗൺഷിപ്പിൽ എത്തിയത് പോസിറ്റീവായി മാത്രം ചർച്ച ചെയ്യപ്പെടണം. മമ്മൂട്ടി മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും കെ റഫീഖ് പറഞ്ഞു. കാളിദാസൻ ദേവദത്തം വയനാട്ടിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. കാളിദാസൻ, നിലവിൽ ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് CPIM വയനാട് ജില്ലാ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മമ്മൂട്ടി നേരിട്ട് വിളിച്ചു എന്ന 24 വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് പോസ്റ്റിൽ കൂടുതലായി റഫീഖ് സൂചിപ്പിക്കുന്നത്? പ്രജിൻ, ഏറ്റവും പ്രധാനമായും ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അടക്കം അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് മുന്നോട്ട് വെക്കുന്നത്. അതായത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്, തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയതുമാണ്. അതായത് സൗഹൃദ സംഭാഷണം എന്നുള്ള രീതിയിൽ, സ്വകാര്യ സംഭാഷണം എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ കാണുക, അങ്ങനെ തന്നെയാണ് താൻ പറഞ്ഞതും. അത്തരം ഇടപെടലുകൾ ഉണ്ടായാൽ അത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയാണ് അത്തരത്തിൽ ഇടപെട്ടത് എന്നുള്ളതും കൂടി മമ്മൂട്ടി കെ റഫീഖിനോട് പറഞ്ഞതെന്നുള്ളതും കൂടിയാണ് മനസ്സിലാകുന്നത്. അതേസമയം റഫീഖിനെ സംബന്ധിച്ച് റഫീഖ് പറയുന്നത്, ടൗൺഷിപ്പിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കുന്നത് അത് തങ്ങളുടെ രീതിയാണ്, അതൊരു മറ്റൊരു നിലയിൽ വായിക്കപ്പെട്ടേക്കാം എന്നതാണ് മമ്മൂട്ടി ഏറ്റവും പ്രധാനമായും തന്നോട് സൂചിപ്പിച്ചത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് പിന്നീട് ആ ഒരു സംഭവം, ആ ഒരു ദൃശ്യങ്ങളടക്കം, ആ വാക്കുകളടക്കം വ്യക്തമായി വരുന്ന ചില വീഡിയോകൾ പുറത്തു വന്നതിന് ശേഷം സൈബർ ഹാൻഡിലുകൾ വലിയ രീതിയിൽ ഒരു ആരോപണ ശരങ്ങൾ കെ റഫീഖിന് നേരെ എയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. അത് പിന്നീട് ഇപ്പോൾ അതിൻ്റെയുള്ള ആരോപണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ തന്നെ അവസാനിപ്പിക്കണം എന്നുള്ളതും കൂടിയാണ്. 2 തവണ ഫോണിൽ ബന്ധപ്പെട്ടു, അതിൽ 1 തവണ വീഡിയോ കോളായിരുന്നു. ആ വീഡിയോ കോളിലും ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നുള്ളതുമൊക്കെയാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയത്. ഇതിൽ ചില കൺഫ്യൂഷനുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, അത് ബന്ധപ്പെട്ടോ എന്നുള്ളത്. പക്ഷേ അത് സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ ഈ വാദങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇനി ഇത് അങ്ങോട്ട് അധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ട, മമ്മൂട്ടി നേരിൽ വിളിച്ചു, കാര്യങ്ങൾ വ്യക്തമാക്കി, മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല, വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.